പ്രായച്ചിത്തം ചെയ്യാൻ ആള് ജീവിച്ചിരിപ്പില്ലല്ലോ. എന്നും സ്വയം കുറ്റപ്പെടുത്തിട്ടേ ഉള്ളൂ. നിങ്ങളെയൊക്കെ ഓർത്ത് പശ്ചാത്താപിച്ചിട്ടേ ഉള്ളൂ മരണം വരെ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് കണ്ണടഞ്ഞു പോയതുകൊണ്ട് ശകാരിക്കാനോ എതിർക്കാനോ കഴിഞ്ഞില്ല. പറഞ്ഞ വാക്ക് നെഞ്ചിലേറ്റാനേ കഴിഞ്ഞുള്ളൂ. പെരുമഴയത്ത് കുടയില്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ വെപ്രാളമായിരുന്നു അമ്മ എനിക്ക്. ലക്ഷ്മിയമ്മേ, ഈ വീടിന്റെ ആധാരം ഇവൻ മോഷ്ടിച്ചത് എന്തിനാണെന്നറിയോ? ഇതിന്റെ മൂത്തതിന്റെ കല്യാണം നടത്തി കൊടുക്കാനാ. പിന്നെ ഇവൻ ഒരുത്തിനെ തല്ലി നാട് കടത്തിയില്ലേ? ഇവളെ കെട്ടാൻ വന്നവനെ. അവൻ ഇവളെ കെട്ടാൻ വന്നതല്ല, ഈ കുടുംബത്തിന്റെ വേരിറക്കാൻ വന്നവനാ. വേണ്ട, ഇനിയും ആ അച്ഛന് വേണ്ടി നീ എന്റെ മുമ്പിൽ തലവനിക്കരുത്. ഇതുവരെ നിന്നെ ശപിച്ച നാവ് കൊണ്ട് ഇനിയുള്ള കാലം നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം മോനെ ഞാൻ. ഒരിക്കലും കയറി വരണമെന്ന് വിചാരിച്ചതല്ല. പാലേട്ടനെ ഓർത്ത് ഓർക്കണം. ഈ തിരക്കിനിടയിൽ വിട്ടുപോയതാ എന്നാ വീടിന്റെ ആധാരം. ഇനി ഇത് സൂക്ഷിക്കാൻ പറ്റിയ ആള് നീ. അമ്മയുടെ പെട്ടിയിൽ നിന്ന് വെച്ച് പൂട്ടാൻ നിൽക്കണ്ട. വീണ്ടും ഞാനിത് അടിച്ചു മാറ്റിയാലോ? ഒന്നും അറിയാതെ ഞാൻ എന്തൊക്കെയോ ഈ ഏട്ടനെ മനസ്സിലാക്കാൻ എനിക്ക്. എന്താ ഇത്? വീട്ടിലെ വലിയേട്ട കരയാ. എന്താ അമ്മാവായത്? ആകെ പ്രശ്നമായി. നമ്മുടെ പിശാരടി ചേട്ട പോലീസ്